എടി വായിക്കാനൊക്കെ അറിയോ? അതൊക്കെ അറിയാം. പഴയ 10ാം ക്ലാസ്സല്ലേ. ഇത് എഴുതിയവനെ കൈ കിട്ടിയിരുന്നെങ്കിൽ നല്ലത് 4 എണ്ണം പറഞ്ഞു കൊടുക്കായിരുന്നു. ഒരക്ഷരവും മനസ്സിലാവുന്നതുമില്ല, ഒരു സുഖവും ഇല്ല. അടുത്ത മാസം കാശി രാമേശ്വരത്തൊക്കെ പോകുന്നുണ്ട്. അപ്പോഴും വാങ്ങാം പുതിയ പുസ്തകം. അമ്മ കാശിക്കും രാമേശ്വരത്തും ഒക്കെ പോകുന്നുണ്ടോ? പിന്നെ ഓണം രാധമ്മേ, ഭഗവാനും ഭഗവതിയൊക്കെ എന്നെ മാടി മാടി വിളിക്കുകയാണ്. ഇനിയുള്ള ജീവിതം മുഴുവനും ഭക്തിമാർഗം. അടുത്ത കർക്കിടകത്തില് രാമായണ ആദ്യം മുതൽ വായിച്ചു തുടങ്ങണം. പിന്നെന്തോത്തിനാ അവള് കയറി വരുന്നത്? ചിലപ്പം ആ രമ്യ പെണ്ണിന്റെ തലയിലെ ആണി ഊരി കാണും. അത് പറയാനാണ് എന്തോ വരുന്നത്. ആ വരവ് കണ്ടിട്ട് പേടി തോന്നുന്നു. ഒരു ലോഡ് അസഭ്യം ഉണ്ടെന്നാ തോന്നുന്നത്. രുക്മിണി, ഇവർക്കാർക്കും ആ ഭാഷ നല്ല പരിചയമില്ല. അതുകൊണ്ട് എന്നോട് മാത്രം പറയും. എനിക്ക് പഠിക്കുകയും ചെയ്യാലോ. ഇവരെ വിട്ടേക്ക്. അയ്യോ, ഞാൻ വഴക്കിനും വയ്യാവേലിക്കൊന്നും വന്നതല്ല. പിന്നെ അന്ന് വന്നത് എന്റെ മോളുടെ അവസ്ഥ കണ്ട് ദേഷ്യം വന്നിട്ടാ. വേണുവേട്ടാ, രാധമ്മേ, പ്രിയേ, നിങ്ങൾ എന്നെ ശത്രുവിനെ നോക്കുന്നത് പോലെ നോക്കരുത്. അതെ, ഞാൻ ഇന്ന് വന്നത് ബന്ധുമുറയില്ല, സന്തോഷം പങ്കുവയ്ക്കാൻ. എന്റെ മരുമകൾ ശ്രീലക്ഷ്മിക്ക് വിശേഷമല്ലേ? ആദ്യം ഒന്ന് പകച്ചു എന്നുള്ളത് സത്യ. അതൊക്കെ എനിക്ക് മനസ്സിലാവും വേണോട്ടാ. ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാ. എല്ലാവർക്കും അക്കാര്യത്തിൽ നല്ല വിഷമമുണ്ട്. എപ്പോഴും വിഷമം പറഞ്ഞിരിക്കാൻ പറ്റുമോ രാധമേ? അന്നൊരു സങ്കടമാണ് നിങ്ങൾ എനിക്ക് തന്നതെങ്കിൽ ഇപ്പൊ എനിക്ക് തന്നത് സന്തോഷമല്ലേ? വേണുവേട്ടനും രാധമയും ഇനി 3-4 മാസം കഴിയുമ്പോ അപ്പനും അമ്മൂമ്മയൊക്കെ ആവും. ഇനി രുക്മിണി അമ്മൂമ്മയാവും. ഞാനവളെ മരുമകളാക്കി വീട്ടില് വിളിച്ച് വാഴിക്കാം. പഞ്ചാമൃതവും പാലമൃതവും കൂട്ടി പരിപോഷിപ്പിക്കാം. എന്റെ മകന്റെ കുഞ്ഞ് അവളുടെ വയറ്റി വളരണ്ട. അതിനായി ലോഹ്യം കൂടൽ. ശ്രീലക്ഷ്മി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ ഉണ്ടല്ലോ രാധമേ, ഞാൻ എന്നെ തന്നെ മറന്നുപോയി. ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. അയ്യോ വേണ്ട വേണ്ട, രാധമ്മയോട് നിക്ക്. ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളമെങ്കിലും കുടിക്കിരിക്കും ചേച്ചി. ഒരു ബന്ധമുറക്കി നാരങ്ങ വെള്ളം കുടിച്ചാലേ ബന്ധമുള്ളൂ. മുണ്ടയ്ക്കലമ്മേ, നമ്മൾ എത്ര കാലം ഇങ്ങനെ ഇണങ്ങിയും പിണങ്ങിയും ജീവിക്കുന്നു. രുക്മിണി ആന്റി ശ്രീലക്ഷ്മിയെ കാണാൻ പോയോ? അതെ, ഞാൻ അവരെ രണ്ടുപേരെയും കൂടി വീട്ടിലേക്ക് വിളിക്കാൻ പോവാ. എല്ലാം മറന്ന് ഞാൻ അവളെ സ്വീകരിക്കും. ബാക്കിയുള്ള കാലം ഒരമ്മൂമ്മയായി തന്നെ ജീവിക്കാം. പിന്നെ എന്റെ മകൻ ഹരീഷ് ഒരു ദുരഭിമാനിയാ. ഞാൻ വിളിച്ചാ വരുമെന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. സ്വന്തം മകനല്ലേ രുക്മിണി, അമ്മ വിളിച്ചവന് വരാതിരിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഈ ഒരു അവസ്ഥയില്. ശ്രീലക്ഷ്മി രുക്മിണി ആന്റിയുടെ വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എപ്പോഴും എപ്പോഴും വന്ന് കാണാലോ. അതാണ്. അതുമല്ല, 6ാം മാസത്തില് ഞങ്ങൾക്ക് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാമല്ലോ. അതെ. ഇയാളെ കൊല്ലരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? അതിന് ഞാൻ കൊന്നതല്ല. ഞാൻ വന്നപ്പോഴേ ഇയാൾ ചത്ത് കിടക്കായിരുന്നു. ഇയാളെ ചത്ത സങ്കടം കൊണ്ട് പറയുന്നതല്ല. ഇതിപ്പോ പുലിവാലായല്ലോ. ഈ മാരണത്തിന് ഇനി എവിടെ കൊണ്ടുപോയി കളയും? അല്ല, എനിക്കിതുവരെ മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. സത്യത്തിൽ ഇയാൾ ആരാ? നീ വന്നേ.
ഞാൻ എഴുതിയ കഥയിലെ ഒരു കഥാപാത്രമാ. അതിലുപരി ഇവൻ പ്രതാപന്റെ ഉറ്റ ചങ്ങാതിയായിരുന്നു. അവന്റെ വലം കൈ. വല്യമ്മാവന്റെ ഫ്രണ്ടോ? ഇയാൾ അമ്മയുടെ ശത്രുവാൻ കാരണം എന്താ? കാരണമുണ്ട്. അത് ഞാൻ പിന്നെ പറയാം. നമുക്കിവനെ എന്ത് ചെയ്യണമെന്ന് ആദ്യം തീരുമാനിക്കാം. സജി, ഇവനെ നമ്മൾ എന്ത് ചെയ്യും? വല്ല കടലിലോ കായലിലോ കെട്ടി താഴ്ത്താം. ആ, അത് കൊള്ളാം. പക്ഷേ കേരളത്തിൽ പറ്റില്ല. ആ, നോർത്ത് ഇന്ത്യയിൽ എവിടെയും കൊണ്ടുപോയി കളയണം. ആ, ഒരു കാര്യം ചെയ്, നീ അവന്റെ കയ്യിലെ കെട്ട കഴിക്ക്. അമ്മേ ഒന്നിങ്ങ് വന്നേ. ആ, കടലിൽ തള്ളുന്നതിനേക്കാളും നല്ലതാ ഇയാളെ വല്ല കൊടുങ്കാട്ടിലും കൊണ്ടുപോയി കത്തിച്ചു കളയുന്നത്. കത്തിച്ചു കളഞ്ഞാലേ ആരാണെന്നോ എന്താണെന്നോ ഒരു പിടിയും കിട്ടില്ല. നീ പറഞ്ഞത് ശരിയാ. അത് കൊള്ളാം.